നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. അവർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതൊന്നും നമ്മൾ അവരുടെ PR വർക്ക് ചെയ്യുന്ന ആ ഒരു അർത്ഥത്തിലല്ല ഈ പറഞ്ഞത്. ഇന്ന് പക്ഷേ മേയർ വി രാജേഷ് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാർഡിൽ. അതെല്ലാ വാർഡിലേക്കും വരുന്നു എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പടിവാതിൽക്കുള്ള ഒരു QR കോഡ് കൊണ്ട് ഒട്ടിക്കും, ഈ കോർപ്പറേഷൻ്റെ ആളുകൾ ഒട്ടിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ നമുക്ക് കൗൺസിലറെ നേരിട്ട് വിളിക്കാനും കോർപ്പറേഷനിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയാനുമൊക്കെ വലിയ ഇപ്പോൾ ഉദാഹരണം പൈപ്പ് വെള്ളം പൊട്ടിക്കിടന്ന് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കുഞ്ഞു വഴികളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൽ ബൾബ് മാറിപ്പോയാൽ സ്വാഭാവികമായിട്ട് ആരെങ്കിലും അത് അറിയിച്ചാലേ കൊണ്ടിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നമ്പരും ആ പോസ്റ്റിൻ്റെ നമ്പരും ഒക്കെ കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് മാറ്റിയിടാൻ പറ്റും. അതിപ്പോൾ ആൾറെഡി ഉണ്ട്, പക്ഷേ ഇപ്പോൾ കൗൺസിലറോട് പറഞ്ഞ് കൗൺസിലർ അത് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വരണം. ഇത് വളരെ റെഡി റെക്കണറായിട്ട് പെട്ടെന്ന്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വിരൽത്തുമ്പിൽ കോർപ്പറേഷനുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്കാൻ ചെയ്യപ്പെടുന്ന QR കോഡ് എല്ലാ വീടുകളിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ IT-യുടെ സാങ്കേതിക വിദ്യകളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകളെ ഇങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും. അല്ലാതെ സാധാരണ ഒരു ഓഫീസ് ചെല്ലുമ്പോൾ അവിടെ കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ ക്ലർക്ക് ഇരുന്ന് കൈകൊണ്ട് വീണ്ടും എഴുതി പിടിപ്പിച്ച് രജിസ്റ്റർ എടുത്ത് വെച്ച് എഴുതണ കാണാം. അപ്പോൾ ചോദിക്കുക എന്തിനാണ് ഈ കമ്പ്യൂട്ടർ വെച്ചേക്കണമെന്ന് വെച്ചാൽ അവർ തുറന്നിട്ട് തന്നെ കുറേ കാലമായിക്കാളും തുറന്നാൽ അവർക്ക് പ്രവർത്തിപ്പിക്കാനും അറിയത്തില്ലായിരിക്കും. അതല്ല വേണ്ടത്. IT-യുടെ വലിയ സാധ്യതയാണ്. പേപ്പർലെസ് ഓഫീസിലേക്ക് പോകുന്ന യുഗത്തിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ ഇന്ത്യയും പറഞ്ഞപ്പോൾ പല ആളുകളും കളിയാക്കി. P. ചിദംബരം പറഞ്ഞു, പഴയ ധനകാര്യമന്ത്രി കോൺഗ്രസിൻ്റെ, അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോവുക. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചതാണ്, കുറച്ചുകൂടി കടുകട്ടി ചോദിച്ചുള്ളത്. ഇതൊക്കെ വളരെ തമാശയാണ്, ഇത് തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. കാരണം 80% വരുന്ന മത്സ്യത്തൊഴിലാളികളും അസംഘടിത, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്, 80% ആളുകൾ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് ആളുകളെല്ലാം കാർഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്യാൻ പോവുമോ, ഉരയ്ക്കാൻ പോവുമോ എന്ന് പറഞ്ഞ് കളിയാക്കി. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ 10 രൂപയ്ക്ക് വട വാങ്ങിയാൽ 2 രൂപയ്ക്ക് മുട്ടുസൂചി വാങ്ങിയാൽ ആളുകൾ QR കോഡ് അയക്കും. നമ്മൾ മീൻ വാങ്ങാൻ പോകുമ്പോൾ മീൻ വിൽക്കാനിരിക്കുന്ന അമ്മമാർ, സഹോദരിമാർ മീൻ വാങ്ങിക്കഴിയുമ്പോൾ അവർ ചെറിയ ചരുവം വെച്ചിട്ട് അതിൽ ഒരു QR കോഡ് ഒട്ടിച്ചിട്ടുണ്ട്. അവരിത് കാണിച്ചു തരും. നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് എത്ര രൂപ അടയ്ക്കാൻ കഴിയും. അങ്ങനെ ആ രീതിയിൽ വലിയ ജനകീയ വിപ്ലവമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ രംഗത്തുണ്ടായത്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് എല്ലാ വീടുകളിലും, കോർപ്പറേഷൻ്റെ എല്ലാ വീടുകളിലും QR കോഡ് സ്കാൻ ചെയ്യാൻ എത്തിക്കുന്നു. ആളുകൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കൗൺസിലറുമായിട്ട് സംസാരിക്കാനും വീട്ടിലെ വിവരങ്ങൾ എടുത്ത് വീഡിയോ കോൾ വഴിയൊക്കെ നമ്മളെ പ്രശ്നങ്ങൾ അവരെ അറിയിക്കാനും കുറച്ചുകൂടി ഭരണം വീടുകളിലേക്ക് എത്തുന്ന പുതിയൊരു കാഴ്ചപ്പാട് വരുന്നു. അത് മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെ IT അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യാനും അതുവഴി വിവരങ്ങൾ മാറ്റാനും ഒക്കെ എല്ലാവർക്കും അറിയാം. ഏത് അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും വീട്ടിലിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ വിവരങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. ഇതിപ്പോൾ തന്നെ ഡോക്ടർമാരുടെ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഇതുണ്ട്. ഡോക്ടർമാരോട് സംസാരിക്കാം. കോവിഡ് കാലത്ത് നമ്മൾ ഇതെല്ലാം പരീക്ഷിച്ചതാണ്. ഇനി ഇതെല്ലാ മേഖലയിലും നടപ്പിലാക്കേണ്ടതാണ്. സ്കൂളിൽ അധ്യാപകരോട് വീട്ടിലിരിക്കുന്ന പേരൻസിന് സംസാരിക്കാനുള്ള ആപ്പ് ഉണ്ടാക്കണം. ഡോക്ടർമാരോട് ഒരു പ്രാവശ്യം മെഡിസിൻ വാങ്ങിയാൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ കൺസൾട്ട് ചെയ്യാൻ ഇതുവഴി അവരോട്, അത് തിരുവനന്തപുരത്തെ എല്ലാ അർബൻ PHC സെൻറ്ററുകളുമായിട്ട്, അതായത് NHMൻ്റെ എല്ലാ PHC സെൻറ്ററുകളുമായിട്ടും ഈ കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കാനും സമയം വെച്ചാൽ മതി, പർട്ടിക്കുലർ ടൈം വെച്ചാൽ മതി. ഒരു പർട്ടിക്കുലർ ടൈം വയ്ക്കുകയും ആ സമയത്ത് അല്ലാതെ OP സമയത്ത് വേണമെന്നില്ല. അങ്ങനെ ഓരോ മേഖലയായിട്ട് കൂടുതൽ ഡിജിറ്റലായി മാറട്ടെ. എന്തായാലും വളരെ മനോഹരമായ ഒരു തീരുമാനം കൂടി കോർപ്പറേഷൻ നടപ്പിലാക്കുന്നു. പല കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ, ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ 200 ഉണ്ടായിരുന്നതിൽ 30 തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ബാക്കിയുള്ളത് കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു. പല റൂട്ടുകളിലും ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്, ഈ മാലിന്യത്തിനെതിരെയുള്ള പരിപാടികൾ നടക്കുന്നു. പാറ്റുകാൽ പൊങ്കാലയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ പരിപാടികളായിട്ട് കോർപ്പറേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പുതിയ കാര്യങ്ങളാണ് കൂടുതൽ കോർപ്പറേഷൻ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി തിരുവനന്തപുരത്തെ നഗരവൽക്കരിക്കുന്നതിന്, പച്ചപ്പുണ്ടാക്കുന്നതിന് നദികളുടെ സംരക്ഷണം, പുഴകളുടെ സംരക്ഷണം, കണ്ണമ്മൂലയിൽ ഷോപ്പിംഗ് മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, കമ്മ്യൂണിറ്റി ഹാള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ
കൊണ്ടുവരുന്നതിനുള്ള നല്ല ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ബഡ്ജറ്റിലൂടെയും കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നുണ്ട്. അത് പിന്നെ വരാനിരിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ഭരണം തന്നെ വരട്ടെ. കാരണം ഇത് പറയുമ്പോഴാണ് IT അധിഷ്ഠിതമായ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർ 10-45 ദിവസമാകുമ്പോൾ 1-2 മാസം 3 മാസത്തിന് മുമ്പേ തന്നെ എല്ലാ വീടുകളിലും QR കോഡ് പതിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എത്തിക്കാനുള്ള ശ്രമം അവർ ആരംഭിച്ചു. ഇന്ന് VV രാജേഷ് മേയറുടെ മണ്ഡലമായ വാർഡായ കൊടുങ്ങാനൂരിൽ അതിൻ്റെ ഉദ്ഘാടനം ആരംഭിച്ചു. ഇനി എല്ലാ വാർഡുകളിലേക്കും അതാത് കൗൺസിലർമാരുടെ ഫോട്ടോ വച്ചുള്ള ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സാധനമായിരിക്കും. കൗൺസിലറോട് സംസാരിക്കാം എന്നുള്ള ഒരു പരിപാടി വരുന്നു. അത് കൗൺസിലറോട് വെറുതെ സംസാരിക്കുകയല്ല, വീഡിയോ കോൾ വഴി പറയാം. നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലെ വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയും, പറയാൻ കഴിയും എന്നുള്ള വളരെ മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് വരുന്നുവെന്നാണ് രാജേഷ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണം വിരൽത്തുമ്പിലെത്തുന്ന കാലത്താണ്. ഇതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും, ടാക്സി, അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട ഫുഡ്, പിന്നെ ഹോട്ടലുകളെ സംബന്ധിക്കുന്നത്, ഫുഡ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഇങ്ങനെ ദൈനംദിന ജീവിതവുമായി മനുഷ്യന് ബന്ധപ്പെടേണ്ടുന്ന എല്ലാ മേഖലകളെ സംബന്ധിച്ചും വിവിധ മൊബൈൽ ആപ്പുകളും ഇതുപോലെ QR പിന്നെ കോഡുകളുമൊക്കെ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും IT അധിഷ്ഠിതമായ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ കഴിയും. നമ്മൾ വർത്തമാനത്തിൽ പറയുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. നിങ്ങളുടെ തുടക്കം കൊള്ളാം, പക്ഷേ ഇത് പല മേഖലകളിൽ വ്യാപിപ്പിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ പരിപാടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്പിരിച്വൽ ടൂറിസത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രവും വെട്ടുകാട് പള്ളിയും ഭീമാ പള്ളിയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസത്തെ അല്ലെങ്കിൽ കൾച്ചറൽ ടൂറിസത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അത് ഒന്നൊന്നായി വരട്ടെ. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടി മനോഹരമാണ്. എല്ലാ വീടുകളിലും വളരെ താമസിയാതെ QR കോഡ് സ്ഥാപിക്കുമെന്ന് നമുക്ക് കരുതാം. അതിലൂടെ ഭരണം കുറേ കൂടി ജനങ്ങളുടെ അടുത്ത് എത്തട്ടെ. ജനങ്ങളുടെ അടുത്തേക്ക് ഭരണമെത്തുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ സാർത്ഥകമാകുന്നത്.